രാഹുൽ ഈശ്വർ, താങ്കൾ ഒരു ദിമാഗി നക്സലാണോ? നമ്മുടെ നാട്ടില് ദിമാഗി നക്സൽസും ഉണ്ട്, ദിമാഗി നാസികളും ഉണ്ട്. രണ്ടുപേരും ഒരേപോലെ ഉണ്ട്. അർബൻ നക്സലുകൾ ഉണ്ടെങ്കിൽ അർബൻ നാസികളും ഉണ്ട്. അപ്പോ തീവ്ര വലതും തീവ്ര ഇടതും ഉണ്ട്. മഹാത്മാഗാന്ധിയെ കൊല്ലുന്നത് പുനരാവിഷ്കരിക്കുന്നവരും മഹാത്മാഗാന്ധിയെ കൊന്നതിനെ ന്യായീകരിക്കുന്നവരും ഇന്നും നമ്മുടെ നാട്ടിലുണ്ട്. അവിടെയാണ് നമ്മൾ പ്രതിപക്ഷ ബഹുമാനമില്ലാതെ സംസാരിച്ചിട്ട് അർത്ഥമുണ്ടോ എന്ന് എനിക്കറിയില്ല. നേരത്തെ അവിടെ ശ്രീ MS വേണുഗോപാൽ സാർ പറയുന്നത് കേട്ടു, പുറത്ത് പാറ്റകൾ അകത്ത് ഈച്ചകൾ. ഇന്ത്യയുടെ പ്രതിപക്ഷത്തെയാണോ ഈച്ചയെന്ന് വിളിക്കുന്നത്? എത്രമാത്രം മോശകരമായ ഒരു പ്രയോഗമാണിത്. നമ്മുടെ രാജ്യത്തിന്റെ പ്രതിപക്ഷം രാജ്യത്തിന്റെ ആവശ്യമാണ്. എത്രയോ സംസ്ഥാനങ്ങളിൽ BJP പ്രതിപക്ഷമാണ്, എത്രയോ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസും CPM അല്ലെങ്കിൽ ആപ്പും അടക്കമുള്ള 17 ദിവസം ഒരിടത്ത് ഇരുന്നില്ല. 17 ദിവസം പാർലമെന്റ് കൂടിയിട്ട് ഒരു ദിവസം പോലും ഇരുന്നില്ല. ഈച്ച ഡിസ്കഷൻ ഉണ്ടായില്ല. അതുകൊണ്ട് ഈച്ചകൾ എന്ന് പറഞ്ഞു പോയതാണ്. അത് വേണമെങ്കിൽ തിരിച്ചെടുത്തേക്കാം. ഈച്ചകൾ എന്ന് പറഞ്ഞത് ഒറ്റ കാരണമാണ്, പറന്ന് നടക്കാതെ അവിടെ ഒരു കാര്യം ചെയ്യാൻ അവർ തയ്യാറായില്ല. അവരോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ വിഷയം ചർച്ച ചെയ്യാൻ തയ്യാറാണ്, നിങ്ങൾ ഒന്ന് 5 മിനിറ്റ് ഇരുന്ന് തരാമോ? ഇല്ല, അപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈച്ചയെന്ന് പറഞ്ഞത്. അല്ലാതെ നിസാരന്മാരെന്നുള്ള അർത്ഥത്തിലല്ല. ഇന്ത്യയിലെ പാർലമെന്റ് നിസാരന്മാരെന്നുള്ള അർത്ഥത്തിലല്ല. അവിടെയാണ് ഈ രീതിയിൽ നമ്മുടെ നാട്ടിൽ ജനാധിപത്യ ബോധമുള്ളവർ എതിർ സ്വരങ്ങളെ ബഹുമാനത്തോടെ തന്നെ കാണൂ. നേരത്തെയും ശ്രീ വേണുഗോപാൽ സാറിനെ പോലുള്ളവർ പറഞ്ഞതാണ്, യഥാർത്ഥത്തിൽ RSSന് അഭിപ്രായമുണ്ടോ? പൂജനീയ സർസംഘ് ചാലക് മോഹൻ ഭാഗവത്ജി വളരെ ഓപ്പണായി വന്ന് താൻ ജെൻസിയോടൊപ്പമാണെന്ന് പറയുകയല്ലേ ചെയ്തത്. നരേന്ദ്രമോദിജി അവരോട് എൻഗേജ് ചെയ്യുകയല്ലേ ചെയ്തത്. അപ്പൊ യഥാർത്ഥത്തിൽ RSSന്റെ എസ്റ്റാബ്ലിഷ്മെന്റിനടക്കം ഈ മൂവ്മെന്റിനെ ബഹുമാനത്തോടെ അല്ലേ കണ്ടത്. അങ്ങനെയല്ലേ മോദിജിയെക്കാൾ പക്ഷെ അതിന്റെ പിന്നിലെ ശക്തികളെ അവര് തുറന്നു കാട്ടുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ പിന്നിൽ എന്തൊക്കെ പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട്, എന്തൊക്കെ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്, എന്തൊക്കെ അതിന്റെ പിന്നിൽ ഒരു അനാശാസ്യ പ്രവർത്തനങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞില്ലേ? അതിനെ എതിർക്കുന്നവരാണ് ക്ഷുദ്രശക്തികൾ. യഥാർത്ഥത്തിൽ അവർക്ക് ഫോറിൻ ഫണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അമിത്ഷാ രാജിവെക്കണം, അജിത് ഡോവൽ രാജിവെക്കണം. പിന്നെ അവരുടെ പണി എന്താ? ഈ രാജ്യത്തിലേക്ക് അങ്ങനെ വിദേശ പണം ഒഴുകിയിട്ടുണ്ടെങ്കിൽ പിന്നെ അമിത്ഷാ അജിത് ഡോവലിനെ കാശ് കൊടുത്തിരിക്കുന്നത് എന്തിനാ? ഇന്ത്യയുടെ പണി എന്താ? അപ്പൊ അതിന് കഴിവില്ലെങ്കിൽ പിന്നെ അത് നിർത്തലാക്കാൻ ശ്രമിക്കുന്നതല്ലേ ചെയ്യുന്നത്? അത് നിർത്തലാക്കാൻ ശ്രമിക്കുന്നതാണോ കുഴപ്പം? എന്നാ മോഹൻ ഭാഗവത് അടക്കമുള്ളവർക്ക് അഭിപ്രായം ഉണ്ടോ? ഗവൺമെന്റിന്റെ ഔദ്യോഗിക രാഹുലെ, താങ്കൾ ദിമാഗി നക്സൽ എന്ന പ്രയോഗത്തെ താങ്കൾ അനുകൂലിക്കുന്നുണ്ടോ? ദിമാഗി നക്സൽ ഈ പ്രയോഗത്തെ താങ്കൾ അനുകൂലിക്കുന്നുണ്ടോ? അത് വ്യക്തമായ നിർവചനം ആവശ്യമുണ്ടോ? അല്ല, വേണ്ട. നേരത്തെ പറഞ്ഞതുപോലെ അതൊരു സർക്കാസ്റ്റിക് റെസ്പോൺസ് ആണ്. അത് സോഷ്യൽ മീഡിയയിൽ വന്നത്. അതിനു മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത് പരിഹാസ രൂപയുടെ അല്ല കേട്ടോ പറഞ്ഞത്. അല്ല, ശ്രീ മോഹൻ വർഗീസ് പറയുന്നത് പോലെ അതൊരു റിയാക്ഷൻ ആണ്. ആ റിയാക്ഷനെ മെയിൻ സ്ട്രീം ചെയ്യണ്ടേ? ദിമാഗി നക്സൽ സോഷ്യൽ മീഡിയ വന്നപ്പോൾ അവർ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സ്വാതന്ത്ര്യ സമര സേനാനികളിൽ ഒരാളായ ഭഗത് സിംഗ് ഇടതുപക്ഷക്കാരനായിരുന്നു. പക്ഷേ വലതുപക്ഷക്കാരനായ ലാലാ ലജപത് റായുടെ കൊലപാതകത്തിനോ മരണത്തിനോ പ്രതികാരം ചോദിക്കാനാണ് ഭഗത് സിംഗ് പോകുന്നത്. 23 വയസ്സിൽ ഈ രാജ്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത ഭഗത് സിംഗ്, ഈ നാടിന്റെ അഭിമാനമായ ഭഗത് സിംഗിനെ അല്ലേ അവർ വെച്ചിരിക്കുന്നത്? താഴെ വന്ദേ മാതരമല്ലേ എഴുതിയിരിക്കുന്നത്? അപ്പോ ഈ എതിർ സ്വരങ്ങളോട് അസഹിഷ്ണുത കാണിക്കുന്നതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രയോഗത്തെ താങ്കൾ അനുകൂലിക്കുന്നുണ്ടോ എന്നാണ്. ദിമാഗി നക്സൽ ഇല്ല. നരേന്ദ്രമോദിജി മുമ്പ് അർബൻ നക്സൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. പണ്ട് രാഹുൽ ഗാന്ധി കാസ്റ്റ് സെൻസസ് വേണമെന്ന് പറഞ്ഞപ്പം പ്രധാനമന്ത്രി അർബൻ നക്സലുകൾ എന്ന സ്വരം അന്ന് ഉയർത്തിയിട്ടുണ്ട്. കുറച്ചു കാലം കഴിഞ്ഞ് നരേന്ദ്രമോദിജി തന്നെ കാസ്റ്റ് സെൻസസിന് അനുകൂലമായല്ലോ, അവർ കാസ്റ്റ് സെൻസസിനെ അംഗീകരിച്ചല്ലോ. അപ്പൊ മോദിജി അർബൻ നക്സലായോ? അപ്പൊ ഈ നക്സൽ അടക്കമുള്ള വാക്കുകൾ ചില പ്രയോഗങ്ങളുടെ ഭാഗമായി തീവ്ര ഇടതിനെ സൂചിപ്പിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ തിരിച്ചതേപോലെ അർബൻ നാസികളും ഉണ്ട്. അദ്ദേഹത്തിന്റെ ഭരണത്തിൽ, അതായത് മോദിജി എനിക്ക് ഇഷ്ടമാണ്, ആദരവാണ്, പക്ഷെ മോദിജിയുടെ ഭരണത്തിൽ MP ആയിരുന്ന സാധ്വി പ്രഗ്യ ഗാന്ധിജി എന്ന ഇന്ത്യയുടെ രാഷ്ട്രപിതാവിനെ കൊന്ന തീവ്രവാദിയായ ഗോഡ്സെ രാജ്യസ്നേഹിയാണെന്ന് പറഞ്ഞ അവരെ പോലുള്ളവർ അർബൻ നാസികളാണ്, അല്ലെങ്കിൽ ദിമാഗി നാസികളാണ്. അല്ലെങ്കിൽ അനന്തകുമാർ ഹെഡ്ഗെ എന്ന് പറയുന്ന കർണാടകത്തിലെ BJPയുടെ MP, അദ്ദേഹത്തിനോട് എക്സ്പ്ലനേഷൻ ഒക്കെ BJP ചോദിച്ചു ഗാന്ധിജിയുടെ സ്വാതന്ത്ര്യ സമരത്തെ തള്ളി പറഞ്ഞപ്പോ. അപ്പൊ യഥാർത്ഥത്തിൽ തീവ്ര വലതുമുണ്ട്, തീവ്ര ഇടതുമുണ്ട്. അപ്പൊ അവിടെയാണ് ഇവരെ ആരെയും രാജ്യദ്രോഹി, പ്രത്യേകിച്ച് ഈ യങ്സ്റ്റേഴ്സിനെ ആരെയും രാജ്യദ്രോഹി ഇവിടെ അല്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ദേശിച്ചത് എന്താണെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു പിന്നീട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ ആർട്ടിക്കിൾ 370 അനുകൂലിക്കുന്നവർ, വിഘടനവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നവർ, ഇവരെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം, അതാണ് പ്രധാനമന്ത്രി ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യം കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ താങ്കൾ അതിനോട് യോജിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ദിമാഗി നക്സൽ എന്ന പേര് ഉപയോഗിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലെ കൂട്ടായ്മ വരുമ്പോൾ അവരും ഈ പറയുന്ന പോലെ ഈ വിഘടനവാദത്തെ അനുകൂലിക്കുന്നവരായി മാറുമല്ലോ. അതുകൊണ്ടാണല്ലോ ഈ ദേശദ്രോഹം എന്നുള്ള വാക്കുകൾ വരുന്നത്. അതെങ്ങനെയാണ് ഈ വിഘടനവാദത്തെ അനുകൂലിക്കുന്നത്?
സെഡീഷൻ കേസ് എടുക്കുന്നത് യഥാർത്ഥത്തിൽ മഹാത്മാഗാന്ധിക്കെതിരെയാണ്. ഇന്ത്യയിലെ ആദ്യ സെഡീഷന്റെ റോങ് യൂസേജ് ഉണ്ടാകുന്നത്. ഗാന്ധിജിയെ അർത്ഥനഗ്നനായ ഫക്കീർ എന്ന് ഇന്ന് നമ്മൾ അഭിമാനത്തോടെയാണ് വിളിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ചർച്ചിൽ ആക്ഷേപ രൂപേണ പണ്ടത്തെ ലോയർ ഇന്നൊരു അർത്ഥനഗ്നനായ ഫക്കീറായി മാറി. ദ സെഡീഷ്യസ് ഇന്നർ ടെമ്പിൾ ലോയർ എന്നാണ് പറയുന്നത്. അപ്പോ ഇതൊന്നും ഈസി ആയിട്ട് ക്യാരി ചെയ്യാവുന്ന വേർഡുകളല്ല, പകരം വളരെ ഉത്തരവാദിത്വത്തോട് ഉപയോഗിക്കേണ്ടതാണ്. ഇവരുടെ ആശയത്തോട് യോജിക്കാം, പക്ഷേ സർസംഘചാലകായ മോഹൻ ഭഗവത്ജി എന്ന് പറയുന്നത് പോലെ അവരോട് എൻഗേജ് ചെയ്യല്ലേ ചെയ്യേണ്ടത്. താങ്കൾ പറയുന്നത് ഇതൊരു യുവാക്കളുടെ കൂട്ടായ്മ, ഈ പറയുന്ന കോക്രോച്ച് ജനതാ പാർട്ടിയെ പോലെ തന്നെ യുവാക്കളുടെ ഒരു കൂട്ടായ്മയാണ് ഈ പറയുന്ന ദിമാഗി നക്സൽ പാർട്ടി എന്ന രീതിയിൽ ഇൻസ്റ്റാഗ്രാം പേജ്. അത് സംശയമില്ല. ഇനി അവരുടെ നിലപാടുകൾ അറിയാം, അവരുടെ പൂർണ്ണമായ നിലപാടുകൾ വന്നിട്ടൊന്നും അറിയില്ല. കോക്രോച്ച് ജനതാ പാർട്ടിയും ഇതേപോലെ പറഞ്ഞത്. എന്തിന്? മോഹൻലാലിന്റെ മോഹൻലാലിന്റെ മകൾ പുതിയൊരു സിനിമ തുടങ്ങുമ്പോ അവരെ പോലും രാജ്യദ്രോഹി എന്നും ജിഹാദി എന്ന് വിളിച്ച തീവ്ര ഗോഡ്സേവാദികൾ ഈ നാട്ടിലുണ്ട്. അപ്പം ഗോഡ്സേവാദികളെ കാണാതെ ഒരു ഭാഗത്തെ തീവ്രതയെ മാത്രം കാണുമ്പോഴാണ് അതിൽ വിമർശനം വരുന്നത്. കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ നിമിഷവും ഇൻസ്റ്റാഗ്രാം പേജിൽ ഫോളോവേഴ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏത് രീതിയിലാണോ CJP വളർന്നത് അതേ പാതയിൽ തന്നെയാണ് അവര്. രാജ്യദ്രോഹികൾ എന്ന് പറഞ്ഞാൽ വളർച്ച കൂടുകയുള്ളൂ. അല്ലേ? ഇതിപ്പോൾ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. ഇപ്പം ചിദംബരം മാത്രമല്ല, കെജ്രിവാളും പറഞ്ഞു ഞാനും ദിവാങ്കി നക്സലാണെന്ന്. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, ഞങ്ങളെല്ലാം ഇതിനോടൊപ്പം നിൽക്കുന്നു, ഇത് അനുകൂലിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ പിള്ളേർ ഇത് ചെയ്യട്ടെ എന്നാണ്. പിള്ളേർക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങൾ വേറെ. അതും ഇതും തമ്മിൽ കൂട്ടിക്കുഴച്ച് പറയേണ്ട കാര്യമില്ല. ഇത് കൂട്ടിക്കുഴയ്ക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അതായത് കൂട്ടിക്കുഴച്ചത് എവിടെയാണ്? കൂട്ടിക്കുഴച്ചത് എന്ന് പറയുന്നത് ഈ 2 ബില്ലുകൾ ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെടരുത്. ഒന്ന് FCR. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.